ഒരു സഹോദരിയുടെ ചോദ്യമാണ്. അവർ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. അന്ന് മുതൽക്ക് ഭർത്താവ് പ്രവാസ ജീവിതമാണ്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അവർക്കുണ്ട്. 2 പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞു. ഒന്നാമത്തെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭർത്താവ് ഗൾഫിലേക്ക് പോയത്. എന്നിട്ട് 8 വർഷമായി ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല. അതിനിടയിൽ രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. നിക്കാഹാണ് ആദ്യം നടന്നത്. ഉപ്പ വന്നിട്ട് കല്യാണം അതായത് ഉണ്ടാക്കാൻ നാട്ടിലടക്കണ ആചാരങ്ങളെ പോലെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അങ്ങനെ ഉപ്പാനെ കാത്തു നിന്നിട്ട് വരാത്തതുകൊണ്ട് മോളെ കല്യാണം കഴിഞ്ഞു പോയി. ഇപ്പോൾ 8 വർഷമായി. കാര്യമായിട്ട് വിളികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങോട്ടൊന്ന് വിളിച്ചാൽ മാത്രം പ്രതികരിക്കും. അതും കൃത്യമായ കാര്യങ്ങളൊന്നും പറയില്ല. നാട്ടിൽ നിന്ന് പലരും പോയി അദ്ദേഹത്തെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അയാൾ അതിന് തക്കതായ മറുപടിയോ നാട്ടിലേക്കൊന്ന് വരല്ലോ ഒന്നും അയാൾ എന്ത് ചെയ്തിട്ടില്ല. ഒന്ന് തിരിച്ചു വിളിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നാട്ടിൽ പലരും പറഞ്ഞു ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് ഒന്ന് പോയാൽ പോരെ ഈ ഭാര്യയോട്. പക്ഷെ അവർക്ക് അതിനുള്ള സാമ്പത്തികം അവരെന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്താ വെച്ചാൽ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവ് അവരുമായി ഇനി മുന്നോട്ട് പോകണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇത് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഭർത്താവിനെ? ആദ്യം അവർ ചോദിക്കുന്നതാണ് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഭർത്താവിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ. അതല്ലാതെ ഉത്തരവാദിത്തമില്ലാതെ നിരുത്തരവാദിയായി നടക്കുന്ന ഇയാൾ അനുസരിച്ച് ജീവിക്കണോ, ഇയാളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരു ജീവിതം ഒരാൾക്ക് വേണ്ടി കൊടുത്തിട്ട് അയാളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാതെ അയാൾ വർഷങ്ങളോളം 5-8 വർഷം ഗൾഫിൽ നിന്നിട്ട് ഒരു ഭർത്താവ് ഉണ്ട് എന്ന് നാമമാത്രമായി ചിന്തിച്ച് ജീവിക്കേണ്ടി വരുന്നൊരു സഹോദരിയുടെ വേദന വളരെ വലുതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഇവർ ഇത്രയും കാലം ഇതും കാത്തു നിൽക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഭർത്താവ് സംരക്ഷിക്കാതെ വരുമ്പോൾ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള അധികാരം ഏതൊരു സ്ത്രീക്കുണ്ട്. അപ്പോൾ ഇവർക്കത് ആവശ്യപ്പെടുന്നതിന് ഒരു തകരാറില്ല. പക്ഷെ ഇവർക്ക് സംഭവിക്കണത് എന്താ വെച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വരും. അപ്പോൾ ഇപ്പോൾ അവർ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അയാൾ ഇവിടെ വരുന്നില്ലല്ലോ. അയാൾ ഇനി 8 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ട് ഇല്ലാതെ ആവുമെന്ന് മാത്രമേ. അതുപോലെ ഒന്നും അയക്കാറില്ല. അല്ല. അപ്പോൾ ഈ കുട്ടികളും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു വാപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഏതായാലും വേറെ വിവാഹം കഴിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇയാളോട് വിവാഹമോചനം ആവശ്യപ്പെടുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു ഭർത്താവ് വേണ്ടാന്നാണ് തീരുമാനമുണ്ടെങ്കിൽ അയാൾ അവിടെ കിടക്കല്ലേ. ഒരു വാപ്പുണ്ട് കുട്ടിയൊക്കെ നിലക്ക് നിന്ന് പോവുക, അത്രേ ഉള്ളൂ. വേറെ വിവാഹം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഒഴിവാകുന്നതിന് വിരോധമില്ല.